മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഇന്നലെ ഉത്സവത്തിന്റെ അവസാന ദിവസമായിരുന്നു. ഉത്സവത്തിന്റെ മാറ്റുകൂട്ടാൻ പീതാംബരനെയും ഗോകുലിനെയും നെറ്റിപ്പട്ടമണിയിച്ച് നിർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആന ഇടഞ്ഞത് ഉത്സവരാത്രിയെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി. ഗുരുതരമായി പരിക്കേറ്റ രാജനും ലീലയും അമ്മുക്കുട്ടിയമ്മയും ആ രാത്രിയിൽ തന്നെ മരിച്ചു. ലീല ആനയുടെ ചവിട്ടേറ്റ് മരിച്ചെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. രാജൻ തൻ്റെ സഹോദരൻ ദാസനൊപ്പമായിരുന്നു ഉത്സവത്തിനെത്തിയിരുന്നത്. രാജൻ്റെ കാലിനാണെങ്കിൽ ചെറിയൊരു മുറിവുമുണ്ടായിരുന്നു. ആന ഇടഞ്ഞതോടെ ദാസൻ ഒരു ഭാഗത്തേക്ക് മാറാൻ കഴിഞ്ഞെങ്കിലും തിക്കിലും തിരക്കിലും പെട്ട് രാജന് ഓടി രക്ഷപ്പെടാനായില്ല. ആ സങ്കടം പറയുകയാണ് സഹോദരൻ ദാസൻ. കുറ്റിയപ്പം അത് തിരിഞ്ഞ് ഒച്ചുണ്ടപ്പോൾ ഞാൻ വേഗം ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറി നിന്ന്. അപ്പോഴേക്ക് ആന ഈ ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം സംഭവിച്ചിട്ടുണ്ട്. ആന തിരിഞ്ഞ് വന്ന് ബാക്കിലെ ദേവസ്വം ബോർഡ് ഓഫീസ് കുറ്റിയിടിച്ച് അതുപോലെ തിക്കിലും തിരക്കിലാവും വീണുപോയി. പിന്നെ കെട്ടിടത്തിൻ്റെ അവശിഷ്ടമൊക്കെ അവൻ്റെ ദേഹത്ത് വീണു. അവൻ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ആളാണ്. ഞാൻ ഓടിയ ഭാഗത്തേക്ക് ആന വന്നില്ല. അമ്മുക്കുട്ടിയമ്മയും തിക്കിലും തിരക്കിലും പെട്ടാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ ഉച്ചയോടെയാണ് കുറുവങ്ങാട് പൊതുദർശനത്തിനെത്തിച്ചത്. കുറുവങ്ങാട് ഗ്രാമം ഒന്നാകെ അവസാനമായി ഒരു നോക്കു കാണാൻ ഒഴുകിയെത്തി. പലരും വിതുമ്പിക്കരഞ്ഞു. പൊതുദർശനത്തിനു ശേഷം വീടുകളിലേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചപ്പോഴും കരളലിയിപ്പിക്കുന്നതായിരുന്നു കാഴ്ച. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന വിയോഗത്തിൽ ബന്ധുക്കളെല്ലാം ഉള്ളുപൊട്ടിക്കരഞ്ഞു. 3 പേരെയും വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. മന്ത്രി എം പി രാജേഷ് മരിച്ചവരുടെ വീടുകൾ സന്ദർശിച്ചു. നിർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ് നടന്നത്. 3 പേരുടെ ജീവഹാനി വേദനാജനകമാണ്. 3 പേരുടെയും വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. നിയമപ്രകാരം ഉള്ള നടപടികൾ എന്താണോ അത് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഇനിയൊരു അപകടമുണ്ടാവരുതെന്ന് ഓരോരുത്തരും മനസ്സ് തട്ടി പറയുന്നുണ്ടാവണം. അതിനപ്പുറം സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി വ്യക്തത വരുത്തുകയും വേണം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.